ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കെ.സി.ബി.സി. സർക്കാരിന് പണമുണ്ടാക്കുകയെന്ന നയം മാത്രമാണ്. ബ്രൂവറിയിൽ കിട്ടേണ്ടത് കിട്ടി, ഇനി പിന്നോട്ട് മാറിയാൽ ചെലവാക്കിയ പണം തിരികെ നൽകേണ്ടി വരുമെന്നും കെ.സി.ബി.സി. മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി ഫാദർ ജോൺ അരീക്കൽ മീഡിയ വണ്ണോട് പറഞ്ഞു. മദ്യത്തിന്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങളുടെ പ്രതിഫലനം ഉണ്ടാകുമെന്നും ഫാദർ ജോൺ അരീക്കൽ പറഞ്ഞു. ജനങ്ങളെ പുണ്യപ്പെടുത്താനൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. കിട്ടാനുള്ളത് കിട്ടിക്കാണും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് LDFിനും അറിയാം, UDFിനും അറിയാം, BJPക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് പിന്നെ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. പണ്ട് ബാർക്കോഴ കേസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കൊക്കക്കോള സമരം, പ്ലാച്ചിമേട സമരം, ഇതൊക്കെ എത്രയോ കാര്യമായിട്ട് LDF സർക്കാർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അവർക്കൊരു നയവും ഇല്ലാതെ കാശ് കിട്ടണം എന്നുള്ള നയം. ഈ കാശ് എന്തിനാണെന്നുള്ളതല്ല, പാവങ്ങൾക്ക് കൊടുക്കാനല്ല. കോട്ടയത്ത് സമ്മേളനം നടത്തപ്പം ഒരു കുടിയൻ ബഹളം ഉണ്ടായപ്പം പിണറായി വിജയൻ തന്നെ പറഞ്ഞത്, എടാ കുടിച്ചത് വയറ്റിൽ കിടക്കട്ടെ എന്ന് പിണറായി തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് വയറ്റിൽ കിടക്കില്ല, ഇത് പുറത്തു പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ഈ കള്ള് കുടിച്ചാൽ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളിൻ്റെ മോനാണ് പിണറായി വിജയൻ എന്നുള്ളത് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. മെട്രോയിൽ 2 സ്ഥലങ്ങളിൽ ഇത് വിതരണം നടത്തുന്നു, ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നു. എന്തിനാ വേണ്ടത്? നമുക്ക് റേഷൻ കടയിലൊക്കെ അങ്ങ് തുടങ്ങാം, നമ്മൾ സിവിൽ സപ്ലൈയിലും തുടങ്ങാം, നമ്മൾ എവിടെ വേണമെങ്കിലും കൊടുത്തു. ദൂരപരിധിയൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പം പള്ളിയിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ ആ കോറിഡോറിൽ തന്നെ ജംഗ്ഷനിൽ തന്നെ വയ്ക്കും, എത്ര വേണം. നമുക്കറിയുന്നല്ലോ, ഇന്നലെ ഒരു RTOയുടെ വീട്ടിൽ നിന്ന് എത്ര കുപ്പി എടുത്ത് നിരത്തി വെച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇത് RTOയുടെ വീട്ടിൽ മാത്രമൊന്നുമല്ല, ഈ പറയപ്പെട്ട എല്ലാവരുടെയും വീട്ടിൽ കാണും. കാരണം ഇത് കൊടുക്കാതെ ഒന്നും നടക്കില്ല എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ചിന്ത വന്നതാരാ? ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ പിണറായി സർക്കാരിൻ്റെ ഈ 8 വർഷത്തെ തീവ്രമായ മദ്യപ്രചരണം വഴി ഈ ലഹരിക്ക് അടിമപ്പെട്ടും മദ്യത്തിനടിമപ്പെട്ടും ആളുകൾ മരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പരിണിത ഫലം ഈ LDF സർക്കാർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിജോ വി ജോൺ ചേരുന്നു. സിജോ, കെ.സി.ബി.സിയുടെ വിമർശനം എങ്ങനെയാണ്? പാലക്കാട്ടെ ജലക്ഷാമം പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് മുന്നണിയിൽ തന്നെ LDFിൽ തന്നെ ഈ ബ്രൂവറി വരുന്നതിനോട് എതിർപ്പുണ്ട്. CPI ഉൾപ്പെടെ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ്, ഇതിനെല്ലാം വകവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ LDF യോഗത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇതിനെയാണ് ഒരു സംശയത്തോടു കൂടി തന്നെ കെ.സി.ബി.സി. കാണുന്നത്. ചിലത് കിട്ടേണ്ടത് കിട്ടി, ഇനി ആ കിട്ടിയ പണം തിരികെ നൽകേണ്ടി വരും, ആ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് ഇനി പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു കാര്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് പറയുന്നത്. അതായത് കഴിഞ്ഞ ബാർ കോഴ കേസൊക്കെ ചില ഉദാഹരണങ്ങളായി എടുത്തുകൊണ്ടാണ് ഫാദർ ജോൺ അരീക്കൽ ഇതിനെ പറയുന്നത്. പിണറായി വിജയൻ അറിയാം ഏതെല്ലാം രീതിയിൽ മദ്യ കമ്പനികളിൽ നിന്നും ബാർ ഉടമകളിൽ നിന്നൊക്കെ പൈസ കിട്ടുമെന്ന് അറിയാം. അത് നേരത്തെ ബാർ കോഴ കേസുകളിലൊക്കെ ആരോപണം വന്ന സമയത്ത് അത് ഉദാഹരണ സഹിതമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി കെ.സി.ബി.സി. മുന്നോട്ടുണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു. പുതിയ മദ്യനയത്തിൽ ഈ 1-ാം തീയതി ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ മദ്യം നൽകാൻ ഉള്ള ഇളവുകൾ വരാനുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ വിവാഹ പാർട്ടികളിലൊക്കെ 1-ാം തീയതി മദ്യം വിളമ്പുന്നതിനുള്ള അനുമതി നൽകുന്നതിനുള്ള നടപടികളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ കൊച്ചി മെട്രോയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ മദ്യ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് പോകുന്നുവെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കേരളം മുഴുവൻ ഒരു മദ്യം വിതരണ ശൃംഖല സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്കാണ് പോകുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും കെ.സി.ബി.സി. നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി.